സ്വഹീഹുൽ ബുഖാരി ദർസ് 45 കിതാബുൽ ഇൽമ് അടുത്ത അധ്യായം ബാബു മാ ദുകിറ ഫീ ദഹാബി മൂസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ബഹരി ഇലൽ ഖദ്രി വഖൗലിഹി തആല ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. ബാബു അധ്യായം മാ ദുക്കിറ പരാമർശിക്കപ്പെട്ടത് സംബന്ധിച്ച് ഫീ ദഹാബി മൂസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് സംബന്ധിച്ച് ഫിൽ ബഹരി സമുദ്രത്തിൽ ഇലൽ ഖദ്രി ഖദ്ർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം സംബന്ധിച്ചു ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. ഹൽ അത്തബിഉക ഞാൻ താങ്കളെ പിൻപറ്റട്ടെയോ. അതായത് മൂസ അലൈഹിസ്സലാം ഖദ്ർ അലൈഹിസ്സലാമിനോട് പറഞ്ഞ കാര്യമാണത്. അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. അലാ അൻ തുഅല്ലിമനി താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുന്നതിന് മിമ്മാ ഉല്ലിംത റുഷ്ദ താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട റുഷ്ദ് സന്മാർഗ ജ്ഞാനത്തിൽ നിന്ന്. അപ്പൊ താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള സന്മാർഗ ജ്ഞാനത്തിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ താങ്കളുടെ കൂടെ സഞ്ചരിക്കട്ടെയോ വരട്ടെയോ എന്ന് ഖിദ്ർ അലൈഹി ഇസ്ലാമിനോട് മൂസ അലൈഹി ഇസ്ലാം ചോദിച്ച വിഷയവും. ഹദീസ് 71. ഹദീസ് 74. حدثني محمد بن عرير الزهري قال حدثنا يعقوب بن إبراهيم قال حدثني أبي عن صالح عن ابن شهاب عن حدث أن عبيد الله بن عبد الله أخبره عن ابن عباس أنه تمارى هو والحر بن قيس بن حصن الفزاري في صاحب موسى. അതായത് ഉബൈദുല്ലാഹിബിന് അബ്ദുല്ലാഹ് എന്നവർ പറയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்களிൽ നിന്ന് അന്നഹു തമാറ നിശ്ചയം അദ്ദേഹം സംവാദത്തിൽ ഏർപ്പെട്ടു. ഹുവ അദ്ദേഹവും വൽ ഹുർറു ബിൻ ഖൈസ് ബിൻ ഹിസ്ൻ അൽ ഫസാരി ഹുർറു ബിൻ ഖൈസ് എന്ന സ്വഹാബി. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்களுം ഹുർറു ബിൻ ഖൈസ് എന്ന സ്വഹാബി, രണ്ട് സ്വഹാബിമാർ തമ്മിൽ ഒരു വിഷയത്തിൽ പരസ്പരം സംവാദത്തിൽ ഏർപ്പെട്ടു. അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയം അവർക്കിടയിൽ. ഫമറ ബിഹിമാ ഖാല ഇബ്നു അബ്ബാസ് ഫീ സ്വാഹിബി മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വാഹിബിന്റെ കാര്യത്തിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അതായത് മൂസ അലൈഹി ഇസ്ലാം കാണാൻ പോയ വ്യക്തി, അന്വേഷിച്ചു പോയ വ്യക്തി ആരാണ് എന്ന വിഷയത്തിൽ അത് ഖദിർ ആണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല ഇബ്നു അബ്ബാസിൻ ഹുവ ഖദിർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് ഖദിറാണ്. ഖദിർ എന്നും രണ്ടുപേരും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்களுം ഹുർറു ബിൻ ഖൈസ് അവர்களுം തമ്മിൽ സംവാദത്തിൽ ഏർപ്പെട്ട വിഷയം എന്താണ്? മൂസ അലൈഹിസ്സലാം കാണാൻ പോയത് ആരെയാണ് എന്ന വിഷയമാണ്. ഖദിർ അലൈഹിസ്സലാമാണ് അല്ലെങ്കിൽ ഖദിർ അലൈഹിസ്സലാമാണ് എന്ന് ആര് പറഞ്ഞു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഹുർറു ബിൻ ഖൈസ് എന്താണ് പറഞ്ഞത് എന്ന് ഇതിനകത്ത് ഇല്ല. എന്തായാലും അവർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹുർറു ബിൻ ഖൈസ് ഇവർ രണ്ടുപേരും സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോ അതുവഴി ഫമറ ബിഹിമാ ഉബയ്യ് ഇബ്നു കഅബ്. അപ്പോ അതുവഴി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖ സഹാബി, സീനിയറായ സഹാബി അതുവഴി പാസ് ചെയ്തു. ഫദഅഹു ഇബ്നു അബ്ബാസ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. ഫഖാല എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞു, ഇന്നി തമാറൈതു അന വസ്വാഹിബി ഞാനും എൻ്റെ കൂട്ടുകാരനും, അതായത് കൂട്ടുകാരൻ ആരാണ്? ഹുർറു ബിൻ ഖൈസ് തമ്മിൽ സംവാദത്തിൽ ഏർപ്പെട്ടു. ഹാദാ ഈ കൂട്ടുകാരൻ ഫീ സ്വാഹിബി മൂസ അല്ലദീ സഅല മൂസ അസ്സബീല ഇലാ ലുഖിയറ കാണാൻ വേണ്ടി മൂസ അലൈഹി സ്വലാം വഴി ചോദിച്ച മൂസ അലൈഹി സ്വലാമിന്റെ സ്വാഹിബ് ആയിട്ടുള്ള വ്യക്തി ആരാണ് എന്ന വിഷയത്തിൽ ഞാനും ഹുർറു ബിൻ ഖൈസും എൻ്റെ കൂട്ടുകാരൻ തമ്മിൽ തർക്കത്തിലായി.
ഹൽ സമിഅത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറു ഷഅനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് ചോദിക്കാൻ. ഖാല, അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു പറഞ്ഞു, നഅം, അതെ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പറയുന്നത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനാണ് റിപ്പോർട്ട് പറയുന്നത്. ബൈനമ മൂസ ഫി മലഇ മിൻ ബനി ഇസ്രായീല, ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ, ഒരു സമൂഹത്തിൽ ആളുകൾക്കിടയിൽ മൂസ അലൈഹി ഇസ്ലാം ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാം അവരുടെ കൂട്ടത്തിലുള്ള സമയത്ത്, ഇത് ജാഅഹു റജുലുൻ, അപ്പോ ഒരാൾ വന്നു അദ്ദേഹത്തിന്റെ അടുത്ത്. ഫഖാല, ആളെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ ഒരു സംഘം ആൾക്കാരുടെ കൂട്ടത്തിൽ മൂസ അലൈഹി സ്വലാം ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ അവരുടെ കൂട്ടത്തിലാണ്. ആ സമയത്ത് ഒരാൾ വന്നു. ഫഖാല, എന്നിട്ട് ഈ വന്നയാൾ ചോദിച്ചു, ഹൽ തഅലമു അഹദൻ അഅലമു മിൻക, അഅലമു മിൻക, താങ്കൾക്ക് താങ്കളെക്കാളേറെ അറിവുള്ള ആരെങ്കിലും അറിയുമോ? ഖാല മൂസ, അപ്പൊ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ലാ, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ അത് ഒരു അദബല്ല, മൂസ അലൈഹി സ്വലാമിന് വന്നൊരു അബദ്ധമാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ. ഫഔഹാ ഇലാ മൂസ, അപ്പൊ മൂസ അലൈഹി സ്വലാമിലേക്ക് അള്ളാഹു വഹി നൽകി, ബല അബ്ദുന ഖദിർ, ബല, അതെ, അബ്ദുന ഖദിർ, നമ്മുടെ ദാസൻ ഖദിർ ഉണ്ട്, അതായത് നമ്മുടെ ദാസൻ ഖദിർ താങ്കളെക്കാൾ അറിവുള്ള ആളാണ്. അപ്പൊ മൂസ അലൈഹി സ്വലാം ഇങ്ങനെ പറഞ്ഞത് അത് ശരിയായില്ല. താങ്കളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണല്ലോ. മൂസ അലൈഹി സ്വലാം എന്തുദ്ദേശമായിരിക്കും? മൂസ അലൈഹി സ്വലാം ആണല്ലോ ആ കൂട്ടത്തിൽ നബി, അപ്പൊ നബിക്കാണല്ലോ വഹിയെല്ലാം കിട്ടുന്നത്. അപ്പൊ എന്നെക്കാൾ അറിവുള്ള ഒരാളുണ്ടാവില്ല എന്നൊരു ധാരണയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊരു അദബായില്ല, അതൊരു തെറ്റായിപ്പോയി, അങ്ങനെ ഒരു അബദ്ധമായിപ്പോയി അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ മൂസ അലൈഹി സ്വലാമിനെ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു സംഭവം ഉണ്ടാക്കുക. അപ്പൊ അള്ളാഹു പറയാണ്, അല്ല, എൻ്റെ ദാസൻ ഖദിർ അലൈഹിസ്സലാം താങ്കളെക്കാളും അറിവുള്ള ആളാണ് എന്ന്. ഫസഅല മൂസ അസ്സബീല ഇലൈഹി, അപ്പൊ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിലേക്ക് വഴി ചോദിച്ചു, അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ. അങ്ങനെ എന്നെക്കാൾ അറിവുള്ള ഒരാള് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണണം, അതിനുള്ള വഴി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. ഫജഅല അല്ലാഹു ലഹു അൽ ഹൂത ആയതൻ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹൂത്തിനെ, ഒരു മത്സ്യത്തെ ഒരു ദൃഷ്ടാന്തമായി ആക്കി കൊടുത്തു. വഖീല ലഹു, മൂസ അലൈഹി ഇസ്ലാമിനോട് പറയപ്പെട്ടു, ഇദാ ഫഖത്തൽ ഹൂത ഫർജി ഫഇന്നക സതൽഖാഹു, ഇദാ ഫഖത്തൽ ഹൂത, താങ്കൾക്ക് ഹൂത്തിനെ നഷ്ടപ്പെട്ടാൽ, അതായത് ഒരു മത്സ്യത്തിനെ നീ ആക്കി കൊടുത്തു, ആ മത്സ്യം താങ്കളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഫർജി, താങ്കൾ മടങ്ങുക എന്ന് പറഞ്ഞാൽ തിരിച്ചു നടക്കുക. ഫഇന്നക സതൽഖാഹു, അപ്പോൾ നിശ്ചയം താങ്കൾ അദ്ദേഹത്തെ ശേഷം കാണും എന്ന് പറഞ്ഞാൽ, ഒരു ചില റിപ്പോർട്ടുകൾ കാണാം, മൂസ അലൈഹി സ്വലാമിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭൃത്യനായിട്ടുണ്ടായിരുന്ന യൂഷ ഇബ്നു നൂൻ എന്ന നബിയും, മൂസ അലൈഹി സ്വലാമിന് ശേഷം പിന്നീട് അദ്ദേഹം നബിയായി. അപ്പോൾ മൂസ അലൈഹി സ്വലാമും യൂഷ അലൈഹി സ്വലാമും കൂടെ ആണ് പോകുന്നത്. കടൽ തീരത്ത് കൂടെയാണ് പോകുന്നത്, കടലിലൂടെയല്ല, കടൽ തീരത്ത് കൂടെ. അപ്പോൾ അവരൊരു കുട്ടയിൽ ഒരു മീന് ആക്കിയിട്ടാണ് പോകുന്നത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരം. ആ മീൻ എപ്പോഴാണോ അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, അപ്പോൾ അവരെ എന്ത് ചെയ്യണം? തിരിച്ചു നടക്കണം, വന്ന റൂട്ട് കൂടെ തന്നെ. അങ്ങനെ ആ അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് തിരിച്ച് നടക്കുമ്പോൾ. ആരെ? ഖദിർ അലൈഹിസ്സലാം. കാന യത്തബിഉ അസറൽ ഹൂതി ഫിൽ ബഹർ, ബഹറിൽ ഹൂത്തിന്റെ, മത്സ്യത്തിന്റെ അസർ, അടയാളം പിൻപറ്റിയിട്ടായിരുന്നു മൂസ അലൈഹിസ്സലാം പോയിരുന്നത്. ഇവിടെ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം, ബഹറില് മൂസ അലൈഹിസ്സലാം ആദ്യഘട്ടത്തിൽ എന്തായാലും സഞ്ചരിച്ചിട്ടില്ല. ആദ്യം സഞ്ചരിക്കുമ്പോൾ ബഹറിന്റെ സാഹില്, അതായത് സമുദ്രത്തിന്റെ കരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ മത്സ്യത്തിന്റെ അടയാളം പിൻപറ്റി എന്ന് പറഞ്ഞാൽ ആ മത്സ്യത്തിനെ പിൻപറ്റിയാണല്ലോ പോകുന്നത്, ആ മത്സ്യം പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. പിന്നെ മാത്രമല്ല,
ബഹറിൽ മൂസ അലൈഹി സ്വലാം പിന്നീട് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അതായത് പിന്നെ ആ മത്സ്യം നഷ്ടപ്പെടുമ്പോൾ തിരിച്ച് ആ മത്സ്യം സമുദ്രത്തിൽ പോകുക. അപ്പൊ ആ മത്സ്യത്തിനെ പിന്തുടർന്ന് പിന്നീട് പോവുകയും അങ്ങനെ ബഹറിൽ ഉള്ള യാത്രക്ക് ശേഷമാണ് ഖദർ അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുന്നതെന്ന് പിന്നീട് വരുന്നുണ്ട്. ഫഖാല മൂസ ഫത്താഹു, അപ്പോൾ മൂസ അലൈഹി സ്വലാമയോട് ഫത്ത, അദ്ദേഹത്തിന്റെ ഫത്ത ഭൃത്യൻ പറഞ്ഞു. ആരാണ് ഭൃത്യൻ? യൂഷാ ഇബ്നു നൂൻ അലൈഹിസ്സലാം. അറഅയ്ത ഇദ് അവൈനാ ഇലസ്സഖറതി ഫഇന്നീ നസീതുൽ ഹൂത വമാ അൻസാനിഹു ഇല്ല അശ്ശൈത്വാനു അൻ അദ്കുറ ഖാല ദാലിക മാ കുന്നാ നബഗി ഫർതദ്ദാ അലാ ആസാരിഹിമാ ഖസസാ. അറഅയ്ത, താങ്കൾ കണ്ടോ, താങ്കൾ കഥ കഥ അറിയോ? അങ്ങനെ പ്രയോഗമാണ്. കാര്യം ഇന്നതാണ് എന്ന്. ഇത് അവയിനായിര സ്വഹ്റത്തി, നാം ആ പാറമേൽ അഭയം പ്രാപിച്ചപ്പോ, അല്ലെ പാറമേൽ ആയിരുന്നപ്പോ, ഇന്നീ നസീത്തുൽ ഹൂത്ത്, അപ്പൊ ഞാൻ ഹൂത്തിന്റെ കാര്യം മറന്നുപോയി. അപ്പൊ യൂഷാ ഇബ്നു നൂന്റെ അടുത്തായിരുന്നു ഹൂത്ത്, ഈ മത്സ്യം. ആ മത്സ്യം നഷ്ടപ്പെടുന്നത് എപ്പോഴാ? അപ്പൊ പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ നഷ്ടപ്പെട്ടു, മത്സ്യം നഷ്ടപ്പെട്ട കാര്യം അതാണ് പറയാൻ മറന്നുപോയി. നഷ്ടപ്പെട്ടിരുന്നു. നമ്മള് ആ പാറന്റെ അടുത്ത് എത്തിയപ്പം മത്സ്യം നഷ്ടപ്പെട്ടിരുന്നു. വമാ അൻസാനിഹു ഇല്ല ഷൈത്വാൻ, ഷെയ്ത്താൻ അല്ലാതെ എന്നെ അത് മറപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ അത് മറപ്പിച്ചത് ഷെയ്ത്താനാണ് എന്ന് ഫത്തയായ ഭൃത്യനായ യൂഷ എന്നവർ പറയണം. അൻ അത് കുറഹു, ഞാനത് സ്മരിക്കുന്നതിന്, ഓർക്കുന്നതിന്, എന്നെ അത് ഓർമ്മിപ്പിക്കാതെ അത് മറപ്പിച്ചത് ഷെയ്ത്താനാണ് എന്ന്. കാല ദാലിക, കാല അപ്പോ മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, ദാലിക മാ കുന്നാ നബഗി, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പറഞ്ഞാല് എപ്പോഴാണോ ഈ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടുന്നാണല്ലോ തിരിഞ്ഞു നടക്കേണ്ടത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോയിന്റ് അതാണ്, നമ്മൾ തേടുന്ന പോയിന്റ്, അതാണ് തേടുന്നത്. ഫർത്തദ്ദാ അലാ ആസാരിഹിമ, അപ്പൊ അവരുടെ കാലടിപ്പാടുകൾ ശ്രദ്ധിച്ച് അവർ തിരിഞ്ഞു നടന്നു, മടങ്ങി. ഖസസ് അല ആസാരിഹിമ ഖസസ ഫവജദ ഖദറൻ, അങ്ങനെ അവൻ എന്ത് ചെയ്തു? ആയത്തിന്റെ ഭാഗമാണ് ഇപ്പോ പറഞ്ഞത്, അറഅയ്ത മുതൽ ഖസസ വരെ. ഇത് ഈ സംഭവം അൽ കഹ്ഫ് സൂറത്തിൽ പരാമർശിക്കുന്നതാണ്. പിന്നെ ഫവജദ ഖദറൻ, അങ്ങനെ അവർ സഞ്ചരിച്ച് അവർ ഖദർ അലൈഹി സ്വലാമിനെ കണ്ടെത്തി. ഫകാന മിൻ ശഅനിഹിമാ അല്ലദീ ഖസ്സല്ലാഹു ഫീ കിതാബിഹി, അള്ളാഹുവിന്റെ കിതാബിൽ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ് അവരുടെ രണ്ടുപേരുടെയും ഈ കാര്യം. ഏത് സാഹചര്യത്തിലും വിനയത്തോടെ പെരുമാറണമെന്ന്, അതേപോലെ ദീനി വിജ്ഞാനം നേടുന്നതിലൊക്കെ ബുദ്ധിമുട്ട് സഹിക്കുക, അതിൻ്റെ പുണ്യം. അതേപോലെ ദീനി വിഷയങ്ങൾ സതുദ്ദേശത്തോടെ സംവാദത്തിൽ ഏർപ്പെടാമെന്ന്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഹുർറുബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും സംവാദത്തിലേർപ്പെട്ട് ഒരു ദീനി വിഷയത്തിലാണ്. പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം സംവാദത്തിൽ ഏർപ്പെടേണ്ടത്, അല്ലെങ്കിൽ അത് ഹറാമാകും. മറ്റേയാളെ തകർക്കുക എന്നുള്ള ഉദ്ദേശം ആവരുത്, സത്യം ബോധ്യപ്പെടുക എന്ന ഉദ്ദേശത്തിൽ ആണെങ്കിൽ സംവാദത്തിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. അതേപോലെ തർക്ക വിഷയങ്ങളിൽ യോഗ്യരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടാം. പക്ഷെ ദീനുള്ള പണ്ഡിതന്മാരായിരിക്കണം. ഖുറാഫാത്തും ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവർ അതിലൂടെ പാസ് ചെയ്തപ്പോ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചു. അപ്പൊ ഖദർ അലൈഹി സ്വലാം ആണ് മൂസാ അലൈഹി സ്വലാം തേടിപ്പോയ വ്യക്തി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു. ഹുർറുബ്നു ഖൈസ് ആണെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല. അപ്പോഴാണല്ലോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അടുത്തൂടെ പോകുന്നത്. അപ്പോ അവിടെ അദ്ദേഹത്തോട് ചോദിച്ചു എന്നുള്ളത് തെളിവാണ്. അറിയുന്ന ആളുകളുടെ അഭിപ്രായം തേടുക എന്നത്, യോഗ്യരായ പണ്ഡിതന്മാരുടെ. അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ ചരിത്രം കുറെ കൂടി വിശദമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ വന്നിട്ടുണ്ട്. അതേപോലെ മറ്റ് ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഇവിടെ ഇൽമ് തേടുന്നതിന്റെ മശക്കത്തുമായിട്ട് ബന്ധപ്പെട്ട്, ഇൽമ് തേടാൻ മശക്കത്ത്, യാത്ര ചെയ്യാം, പിന്നെ അതിന് ബുദ്ധിമുട്ടുക, സഫർ ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമാണല്ലോ. അപ്പൊ യാത്ര ചെയ്യാം, ബുദ്ധിമുട്ടിക്കൊണ്ടും യാത്ര ചെയ്യാം എന്നത് ആണ് ഇവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം.
അതാണ് ഇവിടുത്തെ പോയിന്റ് മെയിനായിട്ട്. മൂസ അലൈഹി സ്വലാം ഇൽമ തേടിയാണല്ലോ പോയത്. അപ്പൊ കുറെ പ്രയാസങ്ങൾ സഹിച്ചാണ് ആ യാത്ര. ഇൽമ തേടുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേറിയ യാത്രകൾ, ത്യാഗങ്ങൾ ഒക്കെ സഹിക്കുക, അതിന്റെ പുണ്യം പ്രാധാന്യമൊക്കെ ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്.